ഈ ക്രിസ്മസ് ദിനത്തിൽ ഇറങ്ങിയ പടങ്ങൾക്കൊക്കെ ഗംഭീര അഭിപ്രായങ്ങൾ നേടിയപ്പോൾ ഇനി വരാനുള്ളത് മോഹൻലാൽ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ്. മോഹൻലാലിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അവരൊക്കെ. കൂടുതലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, മറ്റേതൊക്കെ ഒരു വിഭാഗത്തിന് മാത്രം എത്തേണ്ട സിനിമ എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. മാർക്കോയാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രം. മാർക്കോയ്ക്ക് പ്രത്യേകിച്ച് എല്ലാ പ്രേക്ഷകർക്കും കണ്ട് ആസ്വദിക്കാൻ കഴിയില്ല. കാരണം എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു ചിത്രമാണ്. അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗം മാറി നിൽക്കേണ്ടി വരും. എന്നാൽ ബറോസ് അങ്ങനെയല്ല. എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ സമീപിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ബറോസിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം, അതും ഈ ക്രിസ്മസ് കാലത്ത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇനി മോഹൻലാലിന്റെ വരവാണെന്ന്. 4 പതിറ്റാണ്ടുകളിലധികമായി തന്റെ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന മോഹൻലാൽ ആദ്യമായി സംവിധാന കുപ്പായമണിയുന്ന ചിത്രമാണ് ബറോസ്. ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്നതും മോഹൻലാൽ തന്നെയാണ്. പൂർണ്ണമായും 3Dയിൽ അണിയിച്ചൊരുക്കുന്ന ചിത്രം ഫാന്റസി ജോണറിലാണ് ഒരുങ്ങുന്നത്. ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എഡിറ്റർ ബി അജിത് കുമാർ. സാധാരണ സംവിധായകരൊന്നും അധികം ചെയ്തിട്ടില്ലാത്ത അൺകൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിലാണ് മോഹൻലാൽ ബറോസ് ചെയ്തിരിക്കുന്നത് എന്ന് അജിത് കുമാർ പറഞ്ഞു. ഓരോ ഷോട്ടിനും ആ ഒരു രീതി കാണാനാകുമെന്നും പറയുകയാണ് അദ്ദേഹം. ഷോട്ട് എടുക്കുന്ന രീതിയെല്ലാം അൺകൺവെൻഷനൽ ആണെന്ന് പറയാം. അതായത് ആളുകൾ സാധാരണയായി എടുക്കാൻ പേടിക്കുന്ന ഷൂട്ടുകളൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആരും അധികം ശ്രമിക്കാത്തത്. അതെല്ലാം അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഷോട്ട് ഡിവിഷനിലും ലെൻസിങ്ങിലും അത് കൃത്യമായി കാണാൻ സാധിക്കും. മോഹൻലാൽ എന്ന സംവിധായകന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് അത് മാത്രമല്ല കൊറിയോഗ്രാഫി, ക്യാമറ മൂവ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ലാൽ സാറിന് നല്ല ബോധ്യമുണ്ട്. ഒരാളുടെ ആദ്യത്തെ സിനിമയാണെന്ന് പടം കാണുമ്പോൾ തോന്നാറില്ല. അഭിനയവും സംവിധാനവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് നമുക്ക് ടാസ്കായി തോന്നും. അദ്ദേഹത്തിന് അങ്ങനെയല്ല. നിസ്സാരമായി അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് ലാൽ സാർ വേറെ രീതിയിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. എഡിറ്ററിന്റെ വാക്കുകളായിരുന്നു ഇത്. ബി അജിത് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ചെയ്തു വെച്ച വർക്ക് അതൊരു ഗംഭീര സംഭവമായി തന്നെ കാണേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ സംസാരിക്കുന്നതും. എന്തായാലും ബറോസ് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസും കൂടിയാണ് ഉറ്റുനോക്കുന്നത്. കാരണം മാർക്കോ എന്ന ചിത്രം പോസിറ്റീവ് അഭിപ്രായം നേടിക്കഴിഞ്ഞപ്പോൾ ആദ്യ ദിനത്തിൽ 4 കോടിക്ക് മുകളിലുള്ള ഓപ്പണിംഗ് ആണ് കേരള ബോക്സ് ഓഫീസിൽ രേഖപ്പെടുത്തിയത്. ഇന്നേ ദിവസം കൃത്യമായിട്ടറിയാം ആദ്യ ദിനം എത്ര നേടിയെന്നത്. 5-നടുത്ത് ഇല്ലെങ്കിൽ 5-ന് മുകളിൽ എന്തായാലും ഉണ്ണിമുകുന്ദന്റെ ഈ സിനിമ എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ 4 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത നടന്മാരുടെ കാര്യങ്ങളാണ് ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ 4 കോടിക്ക് മുകളിൽ നേടിയിട്ടുള്ളത് മോഹൻലാൽ തന്നെയാണ്. പുലിമുരുകൻ, ഒടിയൻ, ലൂസിഫർ, മരക്കാർ, വാലിബൻ എന്നീ ചിത്രങ്ങളിലൂടെ. മമ്മൂട്ടി മാമാങ്കം, ഭീഷ്മപർവം, CBI 5, ടർബോ എന്നീ ചിത്രങ്ങളിലൂടെ 4 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേയിൽ ദുൽഖർ സൽമാൻ, കുറുപ്പ്, കിങ് ഓഫ് കൊത്ത എന്നീ ചിത്രങ്ങൾ, നിവിൻ പോളി, കായംകുളം കൊച്ചുണ്ണി, പൃഥ്വിരാജ്, ആടുജീവിതം, ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദനും മാർക്കോയിലൂടെ ആ ഒരു ഗംഭീര ഓപ്പണിംഗ് കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ബറോസ് തന്നെയായിരിക്കും. ബറോസിന് അങ്ങനെ ഒരു ഓപ്പണിംഗ് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ കൂടി പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചാൽ ബറോസ് എന്ന 3D ചിത്രം ലോക സിനിമയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ മോഹൻലാൽ എന്ന നടന്റെയും സംവിധായകന്റെയും കഴിവ് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ.